വിശ്വതാണ്ഡവം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നീ ഷർട്ട് എടുക്കാൻ പോയതല്ലേ? ക്യാനിൽ നിന്നിറങ്ങുന്ന വഴി ടീന മിത്രയെ കയ്യിൽ പിടിച്ച് നിർത്തി. അതെ, എന്നിട്ടെന്താ കൊടുക്കാതെ പോന്ന്? ചോദ്യത്തിനൊപ്പം അവളുടെ നോട്ടം കൂടി രൂക്ഷമായി. അതിന് വിശ്വ അവിടെ ഇല്ലല്ലോ, നീ കേട്ടില്ല അയാൾ പറഞ്ഞ്? ആ വന്നിട്ടില്ല, സുഖമില്ലെന്ന് മിത്ര നിസ്സാരമായി തന്നെ പറഞ്ഞെടുത്തുമ്പോൾ ടീന ഒന്ന് ശ്വാസമെടുത്തു. അത് അവന്റെ കൈ തന്നെ കൊടുത്തോളാന്ന് നീർച്ചോലുണ്ടോ നിനക്ക്? അതെന്താ? മിത്രക്കാളുടെ ചോദ്യം മനസ്സിലായില്ല. അവിടെ ഉണ്ടായിരുന്ന വിശ്വയുടെ കൂട്ടുകാരനാണെന്ന് അയാൾ തന്നെ പറഞ്ഞില്ലേ? അപ്പൊ ആ ഷർട്ട് നിനക്ക് ആ കൂട്ടുകാരൻ ഏൽപ്പിച്ച് പോന്നുകൂടായിരുന്നോ? അയാളത് കൊടുക്കായിരുന്നല്ലോ. അത് മോശമായി പോലെ ടീനെ. മിത്ര മോഹൻ വിളിച്ചു. എന്ത് മോശം? അവനവന്റെ ഷർട്ട് കിട്ടിയാ പോരെ? ഓക്കെ, എങ്കിൽ നാളെയും വിശ്വ വന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. മിത്ര സമ്മതിച്ചു. അതോടെ ടീനയുടെ മുഖൽപ്പം തെളിഞ്ഞു. താൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭയമായിരുന്നു ആളെ കൊണ്ട് അങ്ങനെയൊക്കെ ചോദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് മിത്രക്കൊട്ട് മനസ്സിലായതുമില്ല. നിന്റെ ഒരു സാധനം അത് നിനക്ക് നേരിട്ടിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്ന് നിനക്ക് തരാൻ പറയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മിത്രേ. ഇതൊന്നൊരു മോശമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഇതൊരു ഷർട്ടല്ലേ? വീണ്ടും മുന്നോട്ട് നടന്നോട് ടീന പറഞ്ഞു. മിത്ര പക്ഷേ അതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. അടുത്ത ഫ്രൈഡേ അവൻ വീട്ടിലേക്ക് വിട്ടാലോ? ടീന മിത്രയെ നോക്കി. എൻ്റെ വീട്ടിലേക്കോ അവ നിന്റെ വീട്ടിലേക്കോ? മിത്ര തിരിച്ചു ചോദിച്ചു. തൽക്കാലം നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം ആദ്യം, പിന്നെ സാറ്റർഡേ നീ നിന്റെ വീട്ടിലേക്ക് വിട്ടോ. സൺഡേ വൈകുന്നേരം തിരിച്ചു വന്നാൽ മതിയല്ലോ. വീട്ടിൽ നിന്ന് വിളിച്ച പറയുന്നുണ്ട് ചെല്ലാൻ. ടീന പറഞ്ഞു. മിത്ര നിമിഷം എന്തോ ആലോചനയിലായിരുന്നു. സത്യത്തിൽ അതായിരുന്നില്ല ടീനയുടെ മനസ്സിൽ. വീട്ടിൽ നിന്ന് അങ്ങനെ ആവശ്യമേ പറഞ്ഞിട്ടില്ല. ബിയെയും കൂട്ടി അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് മിത്രയുമായി കൂടുതൽ അടുക്കാൻ ഒരു കാരണമുണ്ടാക്കി തീർക്കാമെന്നായിരുന്നു ടീനയുടെ ഉദ്ദേശം. ഇടയ്ക്കിടെ കാണുമ്പോൾ അവനുമായി അടുത്തിടപഴകുമ്പോൾ എബിയെ അവന്റെ സ്നേഹത്തെയും മിത്ര കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നായിരുന്നു ടീന കരുതിയിരുന്നതും. ഇതുവരെയും ഫോണിൽ കൂടിയായിരുന്നു അവരുടെ സംസാരവും കാഴ്ചകളും എല്ലാം. പിന്നെ വല്ലപ്പോഴും മിത്ര ലീവിന് വരുമ്പോഴും മാത്രം. അത് പോരാ. അവർ തമ്മിൽ അവസരം കിട്ടുമ്പോഴെല്ലാം കാണട്ടെ, പരസ്പരം അറിയട്ടെ, അറിഞ്ഞും പറഞ്ഞും തമ്മിൽ ഒന്നിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേരട്ടെ. മിത്രയല്ല അവനെ ആ വിഷയ ടീനക്കത്ര വിശ്വാസം പോരായിരുന്നു. ഇവൾക്ക് അവനോട് സോഫ്റ്റ് കൊണ്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയാൽ അവൻ ആ സ്പേസ് വിട്ടുകളില്ലെന്നൊരു തോന്നൽ ടീനയിൽ ശക്തമായി. പോയേക്കാം. ഒടുവിൽ മിത്ര തീരുമാനം പറഞ്ഞു കേട്ടതും ടീനയുടെ മനസ്സിൽ അല്പം കൂടി ആശ്വാസം ലഭിച്ചു. അന്നും മുരുകനെ കാത്ത് വിശ്വ കോളേജ് പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. കോളേജ് ടൈം കഴിഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഇന്നൊന്നും കഴിച്ചില്ലേ? കാറിലേക്ക് കയറിയതും മുരുകൻ ആദ്യം ചോദിച്ചത് അതാണ്. ഇല്ലെന്ന് വിശ്വ കണ്ണു ചിമ്മി കാണിച്ചു. അവനെയൊന്ന് തുറിച്ചു നോക്കിയതല്ലാതെ മുരുകനൊന്നും പറഞ്ഞില്ല. തലേന്ന് കഴിച്ച അതേ സ്ഥലത്ത് നിന്നും ആദ്യം ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ പിന്നെ ടൗണിലേക്ക് പോയത്. ഇന്നും ബീച്ചിൽ പോകുന്നുണ്ടോ? മുരുകൻ ചോദിച്ചു. എന്തേ, നിനക്ക് പോണോ? അല്ല, അതാണല്ലോ ഇപ്പൊ നിന്റെ മെയിൻ വിനോദം. സാധാരണ തേപ്പിട്ട് കഴിഞ്ഞിട്ടാ പോയി തിരയണി കുത്തിരിപ്പെന്ന് പറഞ്ഞു കേട്ടിരുന്നു. ഇവിടെ വരുമ്പോൾ പ്രേമം തുടങ്ങും മുന്നേ പോയി തിരയണി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മുരുകൻ കളിയാക്കി. വീശ ഒന്നും പറയാ തലയാട്ടി ചിരിച്ചു. നാളെ നീ വരുന്നുണ്ടോ? ഒന്നും ഉറപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു നാളെ ആ പെണ്ണ് നിന്നെ വീണ്ടും തെരഞ്ഞു വരുമെന്ന്. മുരുകൻ പറഞ്ഞിട്ടും വീശ ഒന്ന് ഊറി ചിരിച്ചു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവളിൽ നിന്നെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യും. അതേ ഭാഗത്തിൽ തന്നെ വിശ്വ പറഞ്ഞു. മുരുകൻ അവനെ കണ്ണുമിഴിച്ച് നോക്കി. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ഉറപ്പൊന്നുമില്ലടാ. ആള് തെരഞ്ഞു വരുന്നൊരു സാധ്യത പറഞ്ഞില്ലേ? ആള് വന്നില്ലേ? അതുപോലെ ഒരു സാധ്യത മാത്രം. വിശ്വ മുരുകനെ നോക്കിയാൽ തലയാട്ടി കാണിച്ചല്ലാതെ മുരുകൻ പിന്നെയൊന്നും പറഞ്ഞതുമില്ല. തലേന്നത്തെ പോലെ ഒരുപാട് വൈകാതെ തന്നെ മുരുകനും വിശ്വൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. അവർ ചെല്ലുമ്പോഴും മിത്രയുടെയും ടീനയുടെയും വീട്ടിൽ വെളിച്ചമുണ്ട്. കാറ് കയറ്റിയിട്ട് വിശ്വവേഗ അകത്തേക്ക് കയറിപ്പോയി. രാത്രിയിൽ കഴിക്കാനുള്ളവർ പോരുമൊഴി വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. ആൾ വിളിച്ചോ എന്ന് മെസ്സേജ് ചെയ്തോ എന്ന് കിടക്കാൻ പോകും വരെയും മുരുകൻ ചോദിക്കുന്നുണ്ടായിരുന്നു. വിശ്വയില്ലെന്ന് പറയുമ്പോൾ അവനൊരു ചിരിയുണ്ട്. അതെ, ആ വീടിയും കാത്തിരുന്ന് വെറുതെ മൂഞ്ചാതെ നീ ആ ബുക്ക് എടുത്ത് വായിച്ചിട്ട് പുതിയ വല്ല ഐഡിയ ഉണ്ടോന്നോ നോക്ക്, അതാ നല്ലത്. അതും പറഞ്ഞ് വിശ്വ തിരികെ എന്തെങ്കിലും പറയും മുന്നേ മുരുകൻ അവന്റെ മുറിയിലേക്ക് കയറി വാതിലടച്ച് കഴിഞ്ഞിരുന്നു. വിശ്വക്ക് പക്ഷേ ആ വിളിയെ കുറിച്ച് ആശങ്കയൊന്നുമില്ല. വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ എന്നൊരു ഭാവത്തിലാണ് അവൻ കിടന്നു. ഒടുവിൽ 10 മണിക്ക് കഴിഞ്ഞ നേരത്ത് മിത്രയുടെ നമ്പറിൽ നിന്ന് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു. വിശ്വയുടെ ചുണ്ടിൽ വിജയ്സേന്റെ ഭംഗി നിറഞ്ഞൊരു ചിരി ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ. ഓൺലൈനായിരുന്നിട്ടും മിത്ര അയച്ച മെസ്സേജ് കണ്ടിട്ടും വിശ്വ അല്പനേരം കൂടി കഴിഞ്ഞിട്ടാണ് അത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഹായ്. ആളിങ്ങോട്ട് അയച്ചിട്ടൊരു ഹായ്ക്ക് താഴെ അവനും തിരിച്ച് ടൈപ്പ് ചെയ്തു. നിമിഷങ്ങൾ കൊണ്ട് അത് സീൻ ചെയ്തു. മിത്ര റിപ്ലൈ ടൈപ്പ് ചെയ്യുന്ന കൂടി അറിഞ്ഞതും വിശ്വയുടെ ചുണ്ടിൽ അവനറിയാത്തതിനൊരു ചിരിയുണ്ടായിരുന്നു. കിടക്കിയായിരുന്നു അവൻ എഴുന്നേറ്റ് ചുമലിൽ ചാരിയിരുന്നു. ഞാൻ മിത്രയാ. ആളൊന്ന് പരിചയപ്പെടുത്തി. എനിക്കറിയണോ, ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. വിഷയം ടൈപ്പ് ചെയ്തു. ഞാനിന്ന് ഇയാളുടെ ഷർട്ട് തരാൻ വേണ്ടി വന്നിരുന്നു. ഫ്രണ്ട് പറഞ്ഞിരുന്നോ? ആ വന്നപ്പോ പറഞ്ഞു. സുഖമില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി? ആ അന്വേഷണം. വിഷയുടെ ചിരി കൂടുതൽ മനോഹരമായി.
തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വിളിക്കണോ? എനിക്ക് ഫോണിലേക്ക് നോക്കാൻ വയ്യ, ഭയങ്കര തലവേദന. കള്ളത്തരത്തോടെയാണ് വിശ്വതും മിത്രക്ക് ടൈപ്പ് ചെയ്ത് അയച്ചത്. റിപ്ലൈ ഒന്നുമില്ല. വിളിക്കാമെന്നോ വിളിക്കില്ലെന്നോ പറഞ്ഞുമില്ല. പക്ഷേ വിശ്വക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ വിളിക്കുമെന്ന്. അത് തെറ്റിയില്ല. 1-2 നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ ഫോണിലേക്ക് മിത്രയുടെ വിളിയെത്തി. പറയടോ. യാതൊരു ഔപചാരികതയും കാണിക്കാതെ വിശ്വ ആവശ്യപ്പെട്ടു. മിത്ര പക്ഷേ 1-2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് മൗനം വിട്ടത്. തലവേദനയായിട്ടാണോ ഇന്ന് വരാതിരുന്ന്? അത് ഇന്നലെ മുതലുണ്ട്. വിശ്വ ഇരുന്നെഴുന്നേറ്റ് മുറിയിൽ കൂടി നടന്നു തുടങ്ങി. ടൈപ്പ് ചെയ്യുന്ന പോലെയല്ല. ആളുടെ സ്വരം കാതിൽ കൂടി കേൾക്കുമ്പോൾ അവന് നെഞ്ചിരിപ്പില്ലാതെ മുറുകി വലക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? മിത്ര ചോദിക്കുന്നുണ്ട്. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ലടോ, ഇന്നിപ്പോ കുറവുണ്ട്. നാളെയും വരില്ലേ? തനിക്ക് ഷർട്ട് തരാനായിരിക്കുമല്ലേ? അതെ. തിരക്കൊന്നുമില്ലടോ. അത് കേട്ട മിത്ര ഒന്നും മിണ്ടിയില്ല. എങ്കിൽ പിന്നെ തനിക്ക് മുരുകന്റെ കൈ കൊടുത്തുകൂടായിരുന്നോ? വീശ ചോദിക്കുമ്പോൾ മിത്ര വീണ്ടും മൗനത്തിലാണ്. മിത്ര, താൻ പോയോ ഡോ? ആളുടെ അനക്കമൊന്നും കേൾക്കാഞ്ഞിട്ട് വീശ ചോദിച്ചു. ഇല്ല, ഞാൻ അപ്പോഴത് ഓർത്തില്ല. നാളെ എന്തായാലും ഫ്രണ്ടിന്റെ കൈ കൊടുത്തുവിട്ടോളാം. വീശയെ അത് മോളി സമ്മതിച്ചു കൊടുത്തല്ലാതെ പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അവൾക്ക്. എന്നാ ശരി, ഞാൻ വെക്കുവാണേ. ആ മൗനം അത് തന്നെ ശ്വാസം മുട്ടിക്കുന്നതെന്ന് തോന്നിയതും മിത്ര പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ. കൂടുതലൊന്നും പറയാതെ വിശ്വയും സമ്മതിച്ചോടെ ആൾ തന്നെയാണ് ആദ്യം ഫോൺ വെച്ചു. കട്ടായ ഫോണിലേക്ക് നോക്കി വിശ്വന്ന് കിതപ്പ് നോക്കി. വിചാരിച്ച പോലെയല്ല, ഇതൊരിക്കലും ഒരു സിമ്പിൾ ജോലിയല്ല. ഉള്ളിൽ കള്ളത്തരത്തിന്റെ കനമുള്ളതുകൊണ്ടാണ് ഈ ശ്വാസം മുട്ടൽ. മറ്റാരോടും സംസാരിക്കുമ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം. വിശ്വക്കതായിരുന്നു അറിയാത്തത്. എന്തായാലും തനിക്ക് അവൾക്കിടയിലുള്ള വലിയൊരു മഞ്ഞുമലക്ക് അനക്കം തട്ടി തുടങ്ങിയിട്ടുണ്ടെന്നിൽ അവന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രണയത്തിലേക്കല്ല, ആദ്യം ആ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സൗഹൃദത്തിലേക്ക് ഇറങ്ങി നടക്കണമെന്നതായിരുന്നു വിശ്വയുടെ മനസ്സിൽ. ഒരു വട്ടം കൂടി ആ മിത്രയുടെ ചാറ്റെടുത്ത് നോക്കി. ചിരിയോടെ തന്നെ അവൾ അയച്ച അക്ഷരങ്ങളെ ഒന്ന് നോട്ടം കൊണ്ട് തൊട്ട് തലോടി. ഒടുവിലൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് കൂടി അതിലേക്ക് അയച്ചു ചേർത്തുകൊണ്ട് അവൻ ഫോൺ തിരികെ വെച്ചു. അന്ന് ഉറക്കം കാത്തു കിടക്കുമ്പോഴും അവരിൽ മനോഹരമായൊരു ചിരിയും ചിന്തയും ബാക്കിയുണ്ടായിരുന്നു. നീ ആരോടെ ഈ നേരത്തെ സംസാരിച്ച്? കയ്യിലൊരു ഗ്ലാസ് ജ്യൂസുമായി അങ്ങോട്ട് വന്നുകൊണ്ട് ടീന ചോദിച്ചു. ഞാൻ വിഷയം വിളിച്ച ടീനെ, അയാൾക്കെന്തോ വൈകുന്ന ആ ഫ്രണ്ട് പറഞ്ഞില്ലേ, അന്ന് അന്വേഷിക്കാൻ നോക്കാൻ വിളിച്ച. മിത്ര പറഞ്ഞു കേട്ടും ടീനയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആളുടെ നോട്ട് രൂക്ഷമായി. ഈ നേരത്തോ? അറിയാതെ തന്നെ ടീനയുടെ സ്വരം കെടുത്തു. ഈ നേരത്തിന് തടി കുഴപ്പം? ഫോൺ തിരികെ വെച്ചുകൊണ്ട് മിത്ര ചിരിയോ ടീനയെ നോക്കി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. 10 മണിയായില്ലേ, അന്യനായ ഒരാൾ വിളിക്കുമ്പോൾ ഒരു മെസ്സേജ് ചോദിച്ചാലും അറിയാവുന്നതല്ലേ ഉള്ളൂ. മിത്ര അവനെ വിളിച്ചു എന്നുള്ളത് അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പോലൊരു മുറുക്കം. ഞാൻ മെസ്സേജ് ചെയ്ത ടീനെ, പക്ഷെ വിശ്വക്ക് തലവേദന, ഫോണിൽ നോക്കാൻ ബുദ്ധിമുട്ട്, ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചാൽ ഞാൻ. പിന്നെ ഒരു ചോദ്യത്തിന് ഇട കൊടുക്കാതെ മിത്ര പറഞ്ഞിരുത്തുമ്പോൾ അവരിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്ന മോശമായി പോകുമെന്ന് മിത്രക്ക് അത് തന്നോടൊരു അനിഷ്ടം തോന്നാൻ കാരണമാവുമെന്നും തിരിച്ചറിവുള്ളതുകൊണ്ടും ടീന പിന്നെയൊന്നും പറഞ്ഞുമില്ല. എങ്കിലും അബിയോട് വിഷയെക്കുറിച്ചിട്ടൊന്ന് പറയണമെന്നൊരു തീരുമാനത്തിൽ ആൾ ഉറച്ചു കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് മുരുകൻ ഒറ്റയ്ക്ക് തന്നെയാണ് ക്യാൻറ്റീനിലേക്ക് പോകാനൊരുങ്ങിയത്. ഇന്റർവെൽ ടൈമിൽ മിത്ര വരുമെന്നും ആൾ തന്റെ ഷർട്ട് തരും, അത് വാങ്ങിച്ചു വെക്കണം, പൊട്ടത്തരുമെന്നും പറയരുത്, ആൾ ബുദ്ധിയുള്ളവളാണ്, ചെറിയൊരു പിഴവിന് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നൊക്കെ വളരെ ഗൗരവത്തോടെ വിശ്വ പറഞ്ഞേൽപ്പിക്കുമ്പോൾ മുരുകൻ അവനെ മെഴിച്ചു നോക്കി. അവള് നിന്നെ വിളിച്ചോ? മുരുകൻ ആവേശത്തിൽ ചോദിച്ചു. വീശ ഒരു കള്ളച്ചിരിയോട് അതേന്ന് തലയാട്ടി കാണിക്കുമ്പോൾ മുരുകൻ ഞെട്ടി. ശരിക്കും? മുരുകന് വിശ്വാസമാവുന്നില്ല. അല്ല, നോണ. ആദ്യം പറഞ്ഞുകൊണ്ട് വീശ എഴുന്നേറ്റു. അപ്പൊ അവള് ശരിക്കും നിന്റെ വലയിൽ വീണോ? മുരുകൻ ചോദിച്ചു. വീശ അവനെയും തുറിച്ചു നോക്കി. പോ നോക്ക്. കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ തിരിഞ്ഞു പോകുന്നതിന്റെ മുന്നിലേക്ക് മുരുകൻ മുഖം വീർപ്പിച്ചുകൊണ്ട് കയറി നിന്നു. അറിയാനുള്ള ആകാംക്ഷ ഉണ്ടല്ലേടാ? അവനെ ആ ഭാവവും ചോദ്യവും വിശ്വക്ക് ചിരി വന്നു. നീ ഇന്നലെ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് വരാത്തെന്ന് പറഞ്ഞില്ലേ, അത് ചോദിക്കാൻ വേണ്ടി ജസ്റ്റ് 1-2 മെസ്സേജ് ചെയ്തു. തലവേദനയാണെന്നും ഫോൺ നോക്കാൻ വയ്യെന്നും ഒന്നിങ്ങോട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ വിളിക്കുമെന്ന് ഞാൻ ചോദിച്ചു. അവള് സമ്മതിച്ചു. വിളിച്ചു. ഷർട്ട് തരാൻ വന്നിരുന്നു എന്ന് പറഞ്ഞു. വയ്യെങ്കിൽ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ഇത്രയും നടന്ന് സമാധാനമായി നിനക്ക്? അവന് മുന്നിൽ കൈകെട്ടി നിന്നിട്ട് വിശദീകരണം കൊടുക്കുമ്പോൾ മുരുകൻ മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോ ഇതിനർത്ഥം? ഇതിനങ്ങനെ നീ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാക്കണ്ട, ജസ്റ്റ് ഒരു വിശേഷം ചോദിക്കൽ, അതിനപ്പുറമൊന്നുമില്ല. മുരുകൻ എന്തോ പറയാമെന്ന് തടഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞിട്ട് വിശ അവിടെ നിന്നും പോയി. പറഞ്ഞ പോലെ തന്നെ അന്ന് മിത്ര മുരുകനെ ചെന്ന് കാണുകയും വിശയുടെ ഷർട്ട് അവന് കൈമാറുകയും ചെയ്തു. ഈ പ്രാവശ്യം ടീന കൂടി അവൾക്കൊപ്പം ചെന്നു. ആ ഷർട്ട് മിത്ര മുരുകന് കൈമാറിയിട്ടാണ് ടീനയുടെ ശ്വാസം നേരെ വീണത്. വിശ കുറവില്ലേ? അന്ന് അവനെ അവിടെ കാണാത്തതുകൊണ്ടാണ് മിത്ര മുരുകനോട് അങ്ങനെ ചോദിച്ചു. ഞാൻ പോരുമ്പോ കിടപ്പായിരുന്നു, കുറഞ്ഞാ വരാമെന്നും പറഞ്ഞു. മുരുകൻ മുഖത്തൊരു സങ്കടഭാവം വരുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. 2 ദിവസമായിട്ട് എന്താ ഡോക്ടറെ കാണാത്തത്? മിത്രക്കതായിരുന്നു സംശയം. അതൊക്കെ അവർ നോക്കിക്കോളും, നീ വന്നേ. ടീനക്ക് മിത്ര വിശ്വയുടെ കാര്യം തിരക്കുമ്പോഴെല്ലാം കാരണമറിയാത്തൊരു അസ്വസ്ഥത നിറയും.
എന്നാൽ അതൊട്ട് പ്രകടമായി കാണിക്കാൻ അവൾ കഴിയുന്നില്ല. അവനൊരു പ്രത്യേക തരവങ്ങളെ ഒട്ടും വയ്യാത്തോണ്ടപ്പോൾ റെസ്റ്റ് എടുക്കുന്ന തന്നെ. അല്ലേ അങ്ങനെ അടങ്ങിക്കിടക്കാനൊന്നും അവന് കിട്ടില്ല. കിട്ടിയ അവസരത്തിൽ മുരുകൻ വിശ്വയ്ക്ക് വേണ്ടി സംസാരിച്ചു. അതിനും ഇത്രയും എന്തോ പറയാൻ തുടങ്ങും മുന്നേ ടീന അവിടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നടന്നു. നീ ഇതെന്തൊരു പണിയാ ടീനെ കാണിക്കുന്നത്? മിത്ര അനിഷ്ടത്തോടെ കൈ പിടിച്ചു. പിന്നല്ലാതെ ഇപ്പൊ ബെല്ലടിക്കും, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണം. നീ അവിടെ വെറുതെ വരുന്ന പറഞ്ഞ സമയം കളയാൻ. മനസ്സിലുള്ള അവളോട് പറയാൻ കഴിയാത്തുള്ള അമർഷത്തിൽ പല്ലടിച്ചുകൊണ്ടാണ് ടീന അവളോട് പറഞ്ഞു. എന്തായി? അഖിൽ ആകാംക്ഷയോടെയാണ് ചോദിക്കുന്നത്. ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആത്മവിശ്വാസം നിലനിൽക്കുന്ന വിശ്വയുടെ മുഖവും വാക്കുകളും അഖിൽ സംതൃപ്തിയോടെ തലയാട്ടി. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? അടുത്ത സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൈമായോ? അഖിൽ അവനെ നോക്കി. ഈ ആഴ്ച ഇനി ഇങ്ങനെയൊക്കെ പോട്ടെ, പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ കാര്യമായ പുരോഗതി ഉണ്ട്, വിശ്വ പറഞ്ഞു. എന്നാ ഇനി കോളേജ് ഒന്ന് മാറ്റി പിടിച്ചാലോ? വീട്ടിൽ വെച്ചിട്ട് അറ്റംപ്റ്റ്. നീ അടുത്തുള്ള അവൾക്ക് അറിയില്ലല്ലോ, അതായിരിക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സീന്. എനിക്ക് രക്ഷകനാവും ചെയ്യാം. അഖിൽ പറഞ്ഞ വിശ്വയുടെ മുഖം കെടുത്തു. അത് വേണ്ട, വീട്ടിൽ കയറുള്ള സീനൊന്നും വേണ്ട, അത് ശരിയാവില്ല. അവൻ ഗൗരവത്തോടെ പറയുമ്പോൾ അഖിൽ അവനെ നെറ്റി വിളിച്ച് നോക്കി. വേറൊന്നും കൊണ്ടല്ല, വീടെന്ന് പറയുന്നത് ഒരാളുടെ ഏത് സാഹചര്യത്തിലും സുരക്ഷ നൽകുന്ന ഒരിടം എന്നതാണ്. അവിടെ കയറി സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് വേറൊരു സീൻ മാത്രമേ കേൾക്കാം. പക്ഷെ അവർക്കത് അങ്ങനെ ആവില്ല. പിന്നെ അവിടെ കഴിയാൻ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല. മിത്ര മാത്രമല്ല, അവിടെ അവൾക്കൊപ്പം അവിടെ കസിൻ കൂടി ഉണ്ട്. അവരത് കേസ് കൊടുക്കുകയോ മറ്റോ ചെയ്താൽ ആ ഏരിയ അടക്കതറിയും. അതുമല്ല, പിന്നെ സേഫ് അല്ലാത്തൊരിടം. അവിടെ താമസിക്കുന്ന റിസ്ക് ആണെന്ന് കരുതി അവർ താമസം മാറാനും അതൊരു കാരണമാവും. മൊത്തത്തിൽ റോഡിൽ കളിക്കുന്ന പോലെയല്ല വീട്ടിൽ കയറി കളിക്കുന്നത്, പണി പാളാനും മതി. അതുകൊണ്ട് അത് വേണ്ട തന്നെയാണ് എൻ്റെ അഭിപ്രായം. അഭിപ്രായം മാത്രമല്ല, തീരുമാനവും. ഉള്ളിലുള്ള അതേ തീവ്രതയോടെ ഗൗരവത്തോടെ തന്നെ വിശ്വാഖിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് മാത്രമായിരുന്നു അവന് പറയാനുണ്ടായിരുന്നത്. അന്ന് അവന് ഒറ്റക്കാണ് കാണാൻ വന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു വിശ്വക്കും. അവിടെ വെച്ച് സീൻ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഞാനും ഇത്രയും കാണും. അതങ്ങനെയായിരിക്കുന്നതാണ് കൂടുതൽ ഭംഗി. വിശ്വ ഉറപ്പോടെ പറയുമ്പോൾ അത് തലയാടി സമ്മതിച്ചുണ്ടാക്കി യാത്ര പറഞ്ഞു പോയി. വിശ്വയെ കണ്ടതും മുരുകൻ അത് അവന്റെ നേരെ എടുത്തു നീട്ടി. നിനക്ക് എന്തു പറ്റിയടാ? മിത്ര നിന്റെ മുഖത്തടിച്ചുകൊണ്ടാണോ ഷർട്ട് എന്നിട്ട് പോയത്? നിന്റെ മുഖത്തൊരു കനം. കാവിളുകളൊന്ന് വീർപ്പിച്ചുകൊണ്ടവൻ ചോദിക്കുമ്പോൾ മുരുകൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഓ, എങ്കിലും ഇതുപോലെ കാരണം ഞാൻ അവിടെ മുഖത്തും കൊടുത്തേനെ. മുരുകനെ തൊട്ട് കളിക്കാനൊന്നും അവളെ ആയിട്ടില്ലടാ. മുരുകൻ ചുണ്ടുകൂട്ടി. നീ കാര്യം പറയടാ, നിന്റെ മിത്രക്കളുടെ അവിടെ കൂടെയുള്ള വാലില്ലേ, അവൾക്കാ പ്രശ്നം. പള്ളിയടിച്ചുകൊണ്ട് മുരുകൻ പറയുമ്പോൾ അവൻ ആദ്യം പറഞ്ഞുപോയ നിന്റെ മിത്ര എന്ന ആ വാക്കുകളിൽ ഉടക്കി നിൽക്കുകയാണ് വിശ്വ. നെഞ്ചിൽ സുഖമുള്ളൊരു കുളിര്. എന്റെ മിത്ര. അവൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി. എന്റെ മിത്ര. ഡാ, മുരുകൻ കയ്യിൽ തട്ടിക്കൊണ്ട് വിളിക്കുമ്പോൾ വിശ്വ ഒന്ന് ഞെട്ടി. ചുണ്ടിലെ ചിരി ഒളിപ്പിക്കാൻ അവൻ ഗൗരവം കൂട്ടുപിടിക്കാൻ ശ്രമിച്ചെങ്കിലും മുരുകന്റെ നോട്ടത്തിന് മുമ്പിൽ അത് പരാജയപ്പെടുകയാണ് ചെയ്ത്. കൂട്ടുകാരി കൊച്ചു നിന്നെ എന്ത് ചെയ്തടാ? ഉള്ളിലെ തുള്ളുന്ന അലകൾ ഒതുക്കി വിശ്വ കളിയോടെ ചോദിച്ചു. എന്നെയൊന്നും ചെയ്തില്ല, പക്ഷെ അവൾക്കൊരു പുച്ഛം നമ്മളോടൊക്കെ. ഈ കാശിയാരി കൊച്ചന്മാർക്കുണ്ടാവാൻ സാധ്യതയുള്ള ഒരു അസുഖമല്ലേ, അത് തന്നെ. മുരുകന് ടീനയുടെ നോട്ടവും മിത്രയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നില്ല ഓർത്തപ്പോൾ വീണ്ടും ദേഷ്യം വന്നു. അത് അവരുടെ കാര്യമില്ലേ മുരുക, നീ എന്തിനാ വെറുതെ അതിനിടയിൽ? വീട്ടേക്ക്. വിശ്വ നിസ്സാരമാക്കി. അതിന് ഞാൻ അങ്ങോട്ടല്ല വിശ്വ. ആ കൊച്ചു വന്നിട്ട് ഷർട്ട് വന്നിട്ട് എന്നോട് ഇങ്ങോട്ടാ മിണ്ടാവന്ന്. അതിനിടയ്ക്ക് മറ്റവിടെ ഒരു മിത്ര എന്ന് നിന്നോട് പറഞ്ഞു. പറയാൻ എനിക്ക് സൗകര്യമില്ല, പോണു. വിശ്വ നിസ്സാരമാക്കിയത് മുരുകനൊട്ടും പിടിച്ചില്ല. വേണ്ട, നീ പറയണ്ട. പക്ഷെ ഇനി എന്നോട് നീ ഒന്ന് ചോദിച്ചു വരാൻ പാടില്ല. ഇതിന് സമ്മതാണെങ്കിൽ നീ ഇതും പറയണ്ട. മിത്ര എന്താണ് സംസാരിച്ചെന്നറിയാനുള്ള ആഗ്രഹത്തോടെ തന്നെ വിശ്വ മുരുകനോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടന്നു. ആള് നിന്നെ കുറിച്ച് തന്നെയാ ചോദിച്ച്. പിന്നിൽ നിന്ന് മുരുകൻ വിളിച്ചു പറഞ്ഞു കേട്ടതും വിശ്വ ഒരു ചിരിയോടെ തിരിഞ്ഞു നോക്കാൻ നിന്നു. നിനക്ക് തലവേദനകൾ അവിടെ മനസ്സിൽ 2 ദിവസമായിട്ട് എന്താ ഡോക്ടറെ കാണിക്കാതെ ചോദിച്ചു. അന്നും പക്ഷെ കൂട്ടുകാരി കൊച്ചിന് അത്രയ്ക്ക് ഇഷ്ടമായില്ല. വേറെ എന്തെങ്കിലും പറയും മുന്നേ അവളെ പിടിച്ചുകൊണ്ട് പോയി. മുരുകൻ അപ്പോഴും അതോർത്തുകൊണ്ടായിരുന്നു അരിശം തീരാഞ്ഞത്. ഒന്നും ഉണ്ടാവില്ല ഡീനെ, അവളെ നമ്മൾക്കറിയില്ലേ. നീ ഇപ്പൊ പറഞ്ഞ ആളൊന്നും അവളെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിനക്ക് വെറുതെ തോന്നുന്നാവും. ടീന പറഞ്ഞ അബി അപ്പോൾ തന്നെ നിഷേധിച്ചു. അതെനിക്കറിയാം ബി, പക്ഷെ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്കൊരു സമാധാനമില്ല. അവളെ നമുക്കറിയാം, പക്ഷെ അവനെ അറിയില്ലല്ലോ. മിത്രയുടെ സൗഹൃദത്തെ പോലും അവൻ തെറ്റിദ്ധരിച്ചാലെന്നൊരു. ടീന ഒന്ന് ശ്വാസം എടുത്തു. 2ാം പ്രാവശ്യം നടന്ന ഇഷ്യൂവിനെ കുറിച്ച് നീ ഞങ്ങളോട് പറയാഞ്ഞ് അബി ചോദിച്ചു. അത് മിത്ര പറഞ്ഞിട്ട് അബി, ഇനിയിപ്പോൾ ഇതാരും അറിയേണ്ടെന്നും എല്ലാം ഇവിടെ തീരട്ടെ എന്ന് അവളെ എന്നോട് പറഞ്ഞ്. എനിക്ക് പിന്നെ അത് അനുസരിക്കല്ലേ വഴി ഉണ്ടായിരുന്നുള്ളൂ. ടീന പറഞ്ഞ് മനസ്സിലായി എന്ന പോലെ അബിയൊന്ന് മൂളി. അതവൾ പറഞ്ഞ പോലെ തന്നെ നടക്കട്ടെ, ഇതിവിടെ കൊണ്ട് തന്നെ തീരട്ടെ. നീ വെറുതെ ടെൻഷനാവണ്ട. ഇനി ദേബിയോട് പറയാൻ വേണ്ട കേട്ടോ. ആ വല്യത്തിന് അവിടെ കാര്യത്തിൽ ടെൻഷനാ, അബി ഓർമ്മിപ്പിച്ചു. അതെനിക്കറിയാം അബി, എനിക്ക് അവനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെയാ. അത് പറയുമ്പോഴും ടീനയുടെ മനസ്സിൽ എബിയെ കുറിച്ചായിരുന്നു ചിന്ത. വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. മിത്രയോട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നീ ശ്രമിക്കണ്ട. അറിയാലോ അവളെ, അവളുടെ പേഴ്സണൽ സ്പേസിലേക്ക് അവൾ ആരും ഇടപെടാൻ സമ്മതിക്കാറില്ല.
നീ വെറുതെ അവിടെ മുമ്പിൽ ഒരു ബാഡ് ഇമേജ് ആവാൻ പോകരുത് കേട്ടല്ലോ. അഭി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു. ഇല്ലടാ, അതിനെ എന്റെയും പ്രശ്നം. ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മിത്രയോട് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. എന്റെ ഇഷ്ടക്കേട് പലവട്ടം പല വിധത്തിൽ അത്രയും സീരിയസ് അല്ലാത്ത രീതിയിൽ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ല. ടീന അവൾ അനുഭവിക്കുന്ന ധർമ്മസങ്കടം അബിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചു എന്ന് മാത്രം. പക്ഷേ അബി, എനിക്കിതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനും കഴിയുന്നില്ല. ആ എനിക്ക് അവനെയാ ഭയം. അവനോ ആരെയും ഭയമില്ല. മിത്രക്ക് അവനോട് നല്ല മതിപ്പാ. അവൾ പറയുമ്പോൾ ആ മോശമായിട്ടൊന്നും പറയുകയോ പ്രവർത്തിക്കുകയൊന്നും ചെയ്തിട്ടില്ല. മറിച്ച് 2 പ്രാവശ്യം അവൾ വലിയൊരു അപമാനത്തിൽ നിന്ന് സേവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതൊന്നും അത്രയും നല്ല സൂചനയില്ല അബി തരുന്നത്. ടീനക്ക് ടെൻഷൻ തീരുന്നില്ല. ഒന്നുമില്ലടി, നീ കുറെ കൂതറ സിനിമയും കഥയൊക്കെ വായിച്ചും കണ്ടു കാര്യങ്ങൾ കൂട്ടി വായിക്കുന്നതിന്റെ പ്രശ്നം. ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നം ഇപ്പൊ നിനക്കുള്ളൂ. അബി ഒരു ചിരിയോടെ പറഞ്ഞു. പോണ, എനിക്ക് അതൊന്നുമല്ല. ടീന അവനാ പറഞ്ഞതിനെ എതിർത്തു. അവളെ വിളിച്ചപ്പോ ഈ കോളേജിലേക്ക് കൂടെ വരേണ്ടിയിരുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നു. എൻജോയ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു വന്നിട്ടിപ്പോ എൻ്റെ ഉള്ള സമ്മാനം കൂടി പോവാ ചെയ്ത്. ടീന പരിഭവം പോലെ പറഞ്ഞു. അത് തന്നെ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞേ, വെറുതെ ടെൻഷൻ ആവരുതെന്ന്. വരാനുള്ളത് എന്തായാലും വരും. അതിനെ എന്തായാലും നമ്മളെ കൊണ്ട് തടയാനും പറ്റില്ല. അറിയില്ല നിനക്കത്. അബി ആശ്വസിപ്പിക്കുമ്പോൾ ടീന വെറുതെ മൂളി. അത് വിട്, ഫ്രൈഡ് നിങ്ങൾ വരില്ലേ? അത് സെറ്റല്ലേ? അവളും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അവളോട് ഒരിക്കലും ചെയ്യും. ഞാൻ വരണം കൊണ്ടുവരാൻ. വേണ്ടടാ, ഞാൻ അവളില്ലേ സ്കൂട്ടിയിൽ വരാം. ഞങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടും പോരാനുള്ളല്ലേ. എങ്കിലും ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ നീ മറക്കണ്ട, മിത്രയെ പോയി ചൊറിഞ്ഞിട്ട് വെറുതെ പണി വാങ്ങിക്കരുത് കേട്ടല്ലോ. ഫോൺ കട്ട് ചെയ്യും മുന്നേ അബി ഒന്നുകൂടി അവളെ ഓർമ്മിപ്പിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.